ലോക ചരിത്രത്തിൽ ഒരു നടന് ദൈവികമായ പദവി കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലാണ്. ശിവൻ നടരാജനല്ലേ, കിങ് ഓഫ് ആക്ടേഴ്സ്. ഈ കിങ് ഓഫ് ആക്ടേഴ്സിന് 3 ലോകത്തിൻ്റെ ദൈവങ്ങളുടെ ഒന്നായിട്ട് എടുത്തില്ലേ. അതിന് വലിയൊരു റെക്കഗ്നേഷൻ ഉണ്ട് തിയേറ്ററിന്. അതിനാണ് എൻ്റെ ഊഴം വന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം, നാട്യശാസ്ത്രം തന്നെ എന്നാ ഉണ്ടായെന്നുള്ള ഇപ്പോഴും അറിയില്ല. 6000 ശ്ലോകങ്ങളാണ് നാട്യശാസ്ത്രത്തിന്, അത് ഒരു വർഷന്. പിന്നെ അങ്ങനെ എത്രയോ വെർഷൻസ് നാട്യശാസ്ത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. നമസ്കാരം, എന്തൂസിയാസ്റ്റിൻ്റെ 3ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി അതുല്യനായ കൂടിയാട്ടം കലാകാരനും ലോകമെമ്പാടും അറിയപ്പെടുന്ന അഭിനയ ഗുരുവും കൂടിയായ ശ്രീ ഗുരു വേണുജിയാണ്. ഇരിഞ്ഞാലക്കുടയിലെ സ്വന്തം വീടിനോട് ചേർന്ന് നടന കൈരളി എന്നുള്ള പേരിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്ഥാനം വഴി നവരസ സാധന എന്ന അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു അഭിനയ പാഠ്യപദ്ധതിയിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതുവരെ അഭിനയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ, നവരസങ്ങളും അവയുടെ വിവിധങ്ങളായ തലങ്ങളെയും പറ്റി പഠിക്കുവാനും അനുഭവിക്കുവാനും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് താമസിക്കാറുണ്ട്. ഇങ്ങനെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സമയം ചെലവിട്ടുകൊണ്ടിരുന്ന ഒരു വൈകുന്നേരത്തിലാണ് ഞങ്ങൾക്ക് ഗുരുവായിട്ട് അല്പസമയം ഇരിക്കാൻ കഴിഞ്ഞത്. കൂടിയാട്ടം പോലുള്ളൊരു കലാരൂപത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റിയും കേരളത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയും ഇന്ത്യയുടെ പ്രൗഢമായ ഇന്ത്യൻ തിയേറ്ററിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രീ ഗുരു വേണുവിനുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡ് ശ്രീ ഗുരു വേണുവൊപ്പാണ്. പക്ഷേ ആദ്യമേ തന്നെ കൂടിയാട്ടം പോലുള്ളൊരു കലാരൂപം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം, അല്ലെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാലം ചെലവിടാൻ പോകുന്നത് എന്ന് തീരുമാനം എടുക്കുന്നത് എപ്പോഴാണ്? അത് ഞാനൊരു കഥകളി വിദ്യാർത്ഥിയായിട്ടാണ് കലാജീവിതം തുടങ്ങുന്നത് 14ാമത്തെ വയസ്സിൽ. അന്ന് 3 കൊല്ലം കിരിക്കാട്ട് ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞ ആശാൻ്റെ കീഴിൽ പഠിച്ചു. പിന്നെ 5 വർഷം ഗുരു ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ കീഴിൽ നൃത്തമാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നു കുറച്ച് നാൾ. ഉത്തരേന്ത്യയിലായിരിക്കുമ്പോൾ എനിക്ക് തോന്നി അവിടെ പല അവസരങ്ങളുണ്ടായി. മിക്കവാറും ഇന്ത്യയിലെ എല്ലാ ടോപ്പ് ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റി. ശംഭു മഹാരാജ്, ബാലസരസ്വതി അമ്മ, അങ്ങനെ എല്ലാ ഗ്രേറ്റ് ആർട്ടിസ്റ്റിനെയൊക്കെ കണ്ടു. അങ്ങനെ വരുമ്പോഴാണ് ഭോപ്പാലിൽ BV കാരന്ത് എന്ന് പറഞ്ഞൊരു വിഖ്യാതനായിട്ടുള്ള തിയേറ്റർ ഡയറക്ടർ, അദ്ദേഹം നാഷണൽ സ്കൂൾ ഡ്രാമയിൽ പഠിച്ചു കഴിഞ്ഞ ആദ്യകാലത്തെ വർക്ക്ഷോപ്പുള്ളൂ ഭോപ്പാലിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെന്നെ റിസോഴ്സ് പേഴ്സണായിട്ട് ക്ഷണിച്ചു. അപ്പോൾ കഥകളിയുടെയൊക്കെ ഇതിൻ്റെയൊക്കെ സംഗീതങ്ങൾ ഈ തിയേറ്ററുകാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അന്ന് ഡോക്ടർ കപിലാവസേൻ അതിലൊരു ലെക്ചർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ശാകുന്തളം നാടകത്തിൻ്റെ അത് ഭാരതീയ രീതിയിൽ, ഇന്ത്യൻ രീതിയിൽ അവതരിപ്പിക്കണം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഡെമോൺസ്ട്രേഷനാണ്. അതിൽ രാഘവഭട്ടൻ എന്ന് പറഞ്ഞൊരു പഴയ വിഖ്യാതനായിട്ടൊരു പണ്ഡിതൻ്റെ അർത്ഥദ്യോതനിക എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന രംഗങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ന മുദ്രകൾ കാട്ടണം, ഇന്ന ക്രിയകൾ കാട്ടണം. അതനുസരിച്ച് അവരതിനെ ഒന്ന് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ചില ഗൈഡ് ലൈൻസൊക്കെ തന്നപ്പോൾ ഞാനാണ് അതിൽ സൂതനായിട്ട് അഭിനയിച്ചത്. പിന്നെ അവരാണ് അതിൽ മാൻകുട്ടിയായിട്ട് അഭിനയിച്ചത്. പിന്നെ വേറൊരു നർത്തകനാണ് ആ രാജാവായിട്ട്. ഞങ്ങൾ അവിടെ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്തതാണ്. ഭയങ്കര വെളിച്ചമായിരുന്നു. കാരണം നൃത്തത്തിൻ്റേതല്ലാതെ ഒരു രംഗഭാഷ നാടകത്തിന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അത് വ്യത്യസ്തമാണെന്നുള്ളത്. അതുപോലെ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണമായി. അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിലെ കൂടിയാട്ടം നാടകാഭരണമാണ്, നൃത്തമല്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ ഉള്ളു കൂടിയാട്ടം. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ശരി, നെടുമങ്ങാട് നെടുമങ്ങാടല്ല, സ്വദേശം പാപ്പനംകുടമാണ്. നെടുമങ്ങാട്ട് പിന്നെ സെറ്റിൽ ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് ഇരിങ്ങാലക്കുട അമ്മൻ്റെ മാതശേഖരുണ്ട്. പക്ഷേ അദ്ദേഹം പഠിപ്പിക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പ്രശസ്തമാണ്. ആരെയും അന്യജാതിക്കാരും ഇതിനകത്ത് കയറ്റില്ല. അത് അത്രയും ആ കാര്യത്തിൽ കർക്കശമുണ്ടായിരുന്നു.
അപ്പോൾ തിരുവനന്തപുരത്ത് ഞാനും എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, പരിചയക്കാരൻ അപ്പുക്കുട്ടൻ നായർ മാർഗിയൊക്കെ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം ഞാനൊരു ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും. അവസാനം ഞാൻ മാണി മാമശേഖരുടെ ശിഷ്യനാകാൻ വേണ്ടി, അദ്ദേഹം പിന്നെ വളരെ ലിബറലാണ്, വേണ്ടി അവിടെ ചെന്നു. മാണി മാമശേഖരൻ എനിക്ക് മുറിയൊരു സെലക്ട് ചെയ്ത് ഇവിടെ താമസിക്കാം, വന്നോട് പോകണമെന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു അസൈൻമെൻറ്റ് കിട്ടി വെളിയിൽ കൃഷ്ണാട്ടമായിട്ട് പോകാനായിട്ട് യൂറോപ്പിൽ. പിന്നെ അതിന് തിരക്കിലായി. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും യാദൃശ്യമായിട്ട് തൃശ്ശൂർ വന്നപ്പോൾ എക്സ്പ്രസ് പത്രത്തിൻ്റെ ചെറിയ വാർത്ത, ഇന്ന് കൂടിയാട്ട സമാപനം. ഇരിങ്ങാലപ്പുറം മാമശേഖരാണ് അത് രാവണനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യൂരിയോസിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവിടെ പോയി ഒരു 9 മണിക്ക് വേഷം വന്നു മാമശേഖരന്. അതൊരു സംഭവം, ജീവിതം ഇളക്കി മറിച്ചു. അത് കാണാനിടയാ എന്താ കണ്ണിൻ്റെയും മനസ്സിൻ്റെയും ശ്വാസത്തിൻ്റെയും സംയോജനമായിട്ടുള്ളൊരു അഭിനയ ശൈലി. കാണാൻ ആരുമില്ല, ഒരു 10-20 പേരുണ്ട് അവിടെ, സ്ഥിരം കുറച്ച് ആളുകൾ. അവർക്കൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. ആകെ ഉണ്ടായിരുന്നത് KP നാരായണപിള്ള ഉണ്ടായിരുന്നു. അതേ പിന്നെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു അനുഭവമായി. അവർ തീരുമാനിച്ചു ഇനി ഈ ജീവിതം, ഈ ജന്മം സഫലമാണെങ്കിൽ ഇദ്ദേഹത്തിന് കീഴിൽ പഠിക്കണം. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ജന്മം കൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പം ഞാൻ അതിനുവേണ്ടി തൃശ്ശൂർ വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടി, സ്കൂൾ ഓഫ് ഡ്രാമയുടെ അധ്യാപകനായിട്ട്. കാരണം എനിക്ക് കുറേ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ശങ്കരപിള്ള സാറായിരുന്നു ഡയറക്ടർ, എന്നെ നിയമിച്ചു. അങ്ങനെ അവിടെ പാരമ്പര്യ കലകളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അതേസമയം ഇവിടെ ഇങ്ങനെ വരും, വന്നും പോയിരിക്കും ഇരിങ്ങാലക്കുട. അപ്പോൾ ഞാൻ അവരെപ്പറ്റി നല്ലോണം റിസർച്ച് സ്റ്റഡി ചെയ്തു. അപ്പോൾ അവർക്ക് വളരെ വളരെ കഠിനമായ ഒരു അവസ്ഥയിലാണ്. ഏത് നിമിഷവും ഇതിൻ്റെ അവസാനത്തെ ശ്വാസം വീഴും കൂടിയാട്ടത്തിൻ്റെ, അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യം വളരെ സാവകാശം 2-3 വർഷം എടുത്തു കൺവീൻസ് ചെയ്യാനായിട്ട്, പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം അദ്ദേഹം ഏറ്റു. ശിഷ്യനാക്കുന്നില്ല, അയ്യോ അതൊന്നും ചോദിച്ചില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പോകേണ്ടി വരും. വേറെ അന്യ സമുദായക്കാരെയും കൂടെ പഠിപ്പിക്കാം എന്ന് ഏറ്റു. അങ്ങനെയുള്ളൂ. അന്യ സമുദായക്കാരും വന്നില്ല, സ്വന്തം ആളുകളെങ്കിലും പഠിപ്പിക്കാം. നിലനിൽക്കണം. അതെ, ആരും വരില്ല എന്ന് പഠിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അന്ന് നല്ല സോഴ്സസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കേന്ദ്രത്തിൽ അക്കാഡമിയുടെ ചെയർമാൻ കമലാദേവി ചതോപാധ്യായ, ഡോക്ടർ കപിലദാസ്, ഇങ്ങനെ ഇവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഞാൻ സൃഷ്ടിച്ചിരുന്നു. ഇവരുടെയൊക്കെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം ഡൽഹിയിൽ പോലും സന്ദർശിക്കാത്ത ആളിന് ഞാൻ കേന്ദ്ര അക്കാഡമി അവാർഡ് സംഘടിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ആ അവാർഡ് ഫംഗ്ഷൻ്റെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഈ ട്രൂപ്പിനെ ലണ്ടനിലേക്ക് അവർ പ്രപ്പോസ് ചെയ്യണം, ICCR. അതോടനുബന്ധിച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ സ്വാധീനം കൊണ്ട് ഞാൻ ഫ്രാൻസിൽ പരിപാടി വെച്ചു. അങ്ങനെ ആദ്യത്തെ അന്തർദേശീയ യാത്ര ഞാനാണ് അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് എല്ലാം ഇതും വരുന്നത്. ആ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പൈസയും കിട്ടി, ആശാൻ ഭയങ്കര സംതൃപ്തിയായി. അത് കഴിഞ്ഞ് വന്നോണ്ട് തന്നെ പത്മശ്രീ. അതല്ല, ഇതിൽ പിന്നിൽ ആളില്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാളിനും ഒരു ബഹുമതിയും കിട്ടില്ല. പ്രവർത്തിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ലെങ്കിൽ അറിഞ്ഞും കൊണ്ട് ആരെങ്കിലും ബഹുമാനിച്ചതായിട്ട് എനിക്കറിയില്ല എന്തുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. കുറേ കഴിയുമ്പോൾ ഇതിനത് മനസ്സിലായി, ഇയാൾ നല്ല ഇതാണ്, നമ്മുടെ കലയ്ക്കും എനിക്കും പ്രയോജനം ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ പത്മശ്രീ കിട്ടിയിട്ട് ഒരുപാട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ ഇനി തനിക്കും ആവാം. അവിടുത്തെ ഞങ്ങളൊരു അച്ഛനും മോനും നമ്മുടെ ബന്ധമായി, മക്കളില്ല. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ജോലി രാജിച്ചു. പിറ്റേ ദിവസം ലക്ഷ്യം എത്തിയത് സ്കൂൾ ഡ്രാമയിലൊരു ജോലി രാജിച്ചു. ഇവിടെ വന്നൊരു വാടകയ്ക്ക് വീടെടുത്തു. എന്നിട്ട് കളരി തുടങ്ങി. കളരി വെച്ചാൽ ആരും വരില്ല പഠിക്കാൻ. പിന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ ചക്കന്മാർ പിള്ളേരൊക്കെ കൊണ്ടുവന്നു. പിന്നെ ക്രമേണ ആശാന് മനസ്സിന് ആരും വരില്ല എന്നുള്ളത്. പിന്നെ അന്യജാതിക്കാരെയും കൂടെ എടുക്കാമെന്നുള്ള രീതിയിൽ വരെ എത്തി. അങ്ങനെ ഒരു ചെറിയൊരു ഗുരുകുലം തുടങ്ങി. അതിപ്പോൾ ഈ കാമ്പൗണ്ട് അങ്ങേറ്റം അമ്മന്നൂർ ചാച്ചി ചക്കർ സ്മാരക അത് ഞാൻ സ്ഥാപിച്ചതാണ്. അങ്ങനെ അഭ്യാസവും. അപ്പോൾ എൻ്റെ ഒരു ആവേശമുണ്ടല്ലോ, അതനുസരിച്ച് ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നടത്തുക. ഇത് തിരക്കേറിയ പരിപാടി ഉണ്ടാക്കിയെടുത്തു ഞാൻ കൂടിയാട്ടം വെച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് പല ഇൻ്റർനാഷണൽ യാത്രകളും ഒക്കെ ഉണ്ടായി. പിന്നീട്
അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു, ഞാനും അഭ്യസിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി പ്രധാന വേഷങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിരുന്നാലും ഒരുപാട് എതിർപ്പുണ്ട്, ജാതിയുടെ പ്രശ്നമൊക്കെ നിറയുണ്ട്. പക്ഷെ അത് ഞാൻ വകവച്ചില്ല, ആശാൻ്റെ സപ്പോർട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ് വന്നു വരുമ്പോഴത്തേക്കാണ് എനിക്ക് 1997 തന്നെ വേൾഡ് തിയേറ്റർ എന്നുള്ളൊരു പ്രൊജക്റ്റിൻ്റെ അത് പിന്നെ ഞാൻ എൻ്റെ സോളോ തുടങ്ങി പെർഫോമൻസസ്. അങ്ങനെ ഞാൻ കോപ്പൻഹേഗനിൽ ഒരു തിയേറ്റർ കോൺഫറൻസിൽ എൻ്റെ പരിപാടി വെച്ചേക്കായിരുന്നു, സോളോ, ഒരു മിഴാവും ഞാൻ. അപ്പോൾ അതിലെൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളെല്ലാവരും കൂടെ ഡിന്നറിന് എൻ്റെ ചുറ്റും വന്നിരുന്നിട്ട് അവർ സജസ്റ്റ് ചെയ്യണം. അവരൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. വിൽ യു ജോയിൻ അസ് ഇൻ ദിസ് പ്രോജക്റ്റ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ പീപ്പിൾ ലൈക്ക് യു ഷുഡ് ബി ദെയർ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള യാതൊരു യോഗ്യതയില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. നാളെ നിങ്ങൾ ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ബോഡിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് എ റെക്കഗ്നൈസ്ഡ് പേഴ്സൺ. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡും അല്ല, ഒന്നുമല്ല. ഇത് നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾ എൻ്റെ പ്രകടനം കണ്ടു, ഇത്രയേ എനിക്കുള്ളൂ. അവർ പറഞ്ഞു അത് മതി, അതുകൊണ്ടാണ് ഞങ്ങളോട് വന്നത്. യു ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു വലിയ അംഗീകാരമാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് എല്ലാ രീതിയിലും ഇവിടുത്തെ പോലെ അല്ലല്ലോ. എന്നുവെച്ചാൽ വേൾഡ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അന്ന് 3 വർഷത്തേക്കാണ്. ആ 3 വർഷവും ആവശ്യമുള്ള പൈസ സ്വീഡിഷ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഏത് രാജ്യത്ത് വേണമെങ്കിലും യാത്ര ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം. നമ്മുടെ പല സ്വപ്നങ്ങളൊക്കെ വേണ്ടിയുണ്ടോ അഡീഷണൽ ഫണ്ടും കിട്ടും. അപ്പോൾ ഞാൻ വേറൊരു ലോകത്തായി. പക്ഷെ അത് ഞാൻ പൂർണ്ണമായിട്ടും വിനിയോഗിച്ചു, സമ്പൂർണ്ണമായിട്ട്. അതായത് ആദ്യത്തെ ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റ് സംസ്കാരങ്ങളുടെ എവിടെയെങ്കിലും തിയേറ്റർ സംബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ അന്വേഷണം. അപ്പോൾ വെസ്റ്റേൺ തിയേറ്റർ മൊത്തം ഇന്ത്യയിലെ എക്സ്പെർട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്, വലിയ വലിയ ആളുകളാണ്, സ്കോളേഴ്സ്. അവർ ഒരു സെമിനാർ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്സാണ് ഏറ്റവും, അതെന്തോ ഒരു 50 പേജുണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഒരു ഷിരോലോജിയ എന്ന് പറഞ്ഞിട്ടൊരു കുറേ ഈ കൈമുദ്രകളുടെ കുറേ സ്കെച്ചസ് ഉണ്ട്. ഷേക്സ്പിയറുടെ കാലത്താണ് ഉള്ളത്, അതിന് മുമ്പ് ഉണ്ടെന്നൊക്കെ പറയണു. അത് ഈ ഒറേറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നതാണ്. ആ ജസ്റ്റേഴ്സ് ഷേക്സ്പിയർ നാടകങ്ങളിൽ ഉപയോഗിച്ചിരുന്നു ഒരാൾ തിസിസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു പഠനം, അത് 60th സെഞ്ച്വറിയിലാണ് അത് ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പം യൂറോപ്പിൽ മുഴുവൻ ഇതേ ഉള്ളൂ. പിന്നെ ചൈനയാണ്. ചൈനയിലൊന്നുമില്ല തിയേറ്ററിൻ്റെ, മാർഷൽ ആർട്ടിലുണ്ട്, തിയേറ്ററിൻ്റെ ഒന്നുമില്ല, ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ജപ്പാനിൽ അവിടുത്തെ നോ മാസ്റ്ററുടെ CME എന്ന് പറയും. അപ്പോൾ പിന്നെ CMEയുടെ ഒരു ഇതുണ്ട്, കഡൻ ഷോ എന്ന് പറയും, ദി സീക്രട്ട് ഓഫ് നോ ആർട്സ് എന്ന് പറഞ്ഞിട്ട്, നോ ആർട്ട്. അതൊരു 150 പേജ് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇത്രയേ ഉള്ളൂ. അതും അതിൻ്റെ കാലപ്പഴക്കം അത്രയേ ഉള്ളൂ. അത് 60th സെഞ്ച്വറിയിലുള്ളതാണ്. അതിനാണ് എൻ്റെ മുഴുവൻ വന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം, നാട്യശാസ്ത്രം തന്നെ എന്നാ ഉണ്ടായെന്നുള്ള ഇപ്പോഴും അറിയില്ല. 6000 ശ്ലോകങ്ങളാണ് നാട്യശാസ്ത്രത്തിന്, അത് ഒരു വർഷന്. പിന്നെ അങ്ങനെ എത്രയോ വെർഷൻസ് നാട്യശാസ്ത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. സംഗീതരത്നായന, അഭിനേതപ്പെട്ട ഇങ്ങനെ എത്രയോ ഇങ്ങനെ കണക്കില്ല, ഇപ്പോഴും കണക്കെടുത്തിട്ടില്ല. റീജിയണൽ ലാംഗ്വേജസിൽ വേറെ ഉണ്ട്. ഇത് ഭയങ്കര സംഭവമല്ലേ, സമ്പന്നമായ ഒരു ലോക ചരിത്രത്തിൽ ഒരു നടന് ദൈവികമായ പദവി കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലാണ്. ശിവൻ നടരാജനല്ലേ. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുയിസം പറയണം, RSS, ഹിന്ദു, BJP എന്നൊക്കെ പറയും. പക്ഷെ സംഭവം നിങ്ങൾ അതിൽ യഥാർത്ഥത്തേക്ക് പോകുമ്പോൾ ശിവൻ നടരാജനാണ്, കിങ് ഓഫ് ആക്ടേഴ്സ്. ഈ കിങ് ഓഫ് ആക്ടേഴ്സിന് 3 ലോകത്തിൻ്റെ ദൈവങ്ങളുടെ ഒന്നായിട്ട് എടുത്തില്ലേ. അതിന് വലിയൊരു റെക്കഗ്നേഷൻ ഉണ്ട് തിയേറ്ററിന്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ എനിക്ക് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇവരൊക്കെ അറിയാമല്ലോ. ഞാൻ ആദ്യം നോക്കിയ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അവിടെ എന്നെ ക്ഷണിച്ചു ക്ലാസ് എടുക്കാനൊക്കെ, 1-2 ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും സ്റ്റാനിസ്ലേവ്സ്കിയാണ്
വലിയ മാസ്റ്റർ. പിന്നെ അതിനുശേഷമുള്ള ആളുകളും, പിന്നെ അദ്ദേഹം ഷിമൽ ചക്കോവുണ്ട്, മേയർ ഹോളുണ്ട്, പിന്നെ ഇങ്ങനെ വന്ന് ഗ്രോട്ടോസ്കി വരെയുള്ള എല്ലാ ഇതും അതിനുശേഷമുള്ളവരും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. ഗ്രീക്ക് തിയേറ്ററിനെ പറ്റിയൊക്കെ എല്ലാവർക്കും നല്ലവണ്ണം പഠിക്കുന്നുണ്ട്. ഒരാളിന് ശിവനെ പറ്റി അറിയില്ല, ഒരാളിന് ഭാസനെ അറിയില്ല, ഒരാളിനും ഇന്ത്യൻ തിയേറ്റർ ഉണ്ടെന്ന് തന്നെ അറിയില്ല അധ്യാപകർക്ക്. അത് ഭയങ്കര ഒരു ഇതായി. അപ്പോൾ ഞാൻ കമലാദേവി ചതോർത്തിയായിട്ട് എനിക്ക് വളരെ ക്ലോസ് ബന്ധമാണ്. ഒരു ദിവസം ഞാൻ കമലാദേവി ചേച്ചി നേരിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കമലാദേവി ചെല്ലി ഈ നാഷണൽ സ്കൂൾ ഡ്രാമ തുടങ്ങിയത്? യു ആർ ദ ഫൗണ്ടർ ഓഫ് നാഷണൽ സ്കൂൾ ഡ്രാമ. മൂന്ന് പേർക്ക് അറിയാവൂ അത്. കമലാദേവി ചതോർത്തിയാണ്. അവരൊരു ആക്ടറായിരുന്നു. അങ്ങനെ ഇപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ചുമതല അവരെയാണ് ഏൽപ്പിക്കുന്നത്. അവരാണ് ഈ നാഷണൽ സ്കൂൾ ഡ്രാമ ആരംഭിക്കുന്നത്. അന്ന് അവരുടെ സ്വപ്നം അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ അവർ നിശ്ചയമുണ്ട്. അവർ പഠിച്ചിട്ടൊന്നുമില്ല. അവരുടെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ മോഡേൺ ആക്ടിങ്ങാണ് അവർ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ത്യൻ തിയേറ്റർ ഇത്ര ഇതാണെന്നൊക്കെ അവർക്കറിയാം. അപ്പം അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആധുനികമായിട്ടുള്ള നാടക ഇതാണ്. പക്ഷെ അത് പഠിപ്പിക്കാൻ ഇന്ത്യയിൽ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാഡയിൽ റോയൽ ഡ്രമാറ്റിക് സ്കൂളിൽ പരിശീലനം കഴിഞ്ഞ അൽക്കാസി ഇന്ത്യക്കാരൻ അത് ഉണ്ടായിട്ട് അറിയണത്. അപ്പോൾ അൽക്കാസി ഏൽപ്പിച്ചു. അൽക്കാസി വളരെ പ്രോമിനൻ്റായിട്ടുള്ള വ്യക്തിയാണ്, തിയേറ്റർ പേഴ്സണാലിറ്റിയാണ്, ഒരു വലിയ ഡയറക്ടറാണ്, ഒക്കെ ശരിയാണ്. അൽക്കാസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അൽക്കാസി അവിടെ പഠിച്ചതുകൊണ്ടൊന്നും ഇവിടെ സിലബസാക്കി. അത് കുറേ കഴിഞ്ഞപ്പോൾ കമലാദേവിയൊക്കെ പോയി. സ്വാഭാവികമായിട്ടും കമലാദേവി പറയണമെന്ന് വെച്ചാൽ പിടിവിട്ട് പോയി എന്നാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബാച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അത് തന്നെയാണ് ഇന്ത്യ ഒട്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ബാച്ചുകളൊന്നും ഇന്ത്യ ഒട്ടും അനവധി സ്കൂൾ ഓഫ് ഡ്രാമകളുണ്ടായി. എല്ലായിടത്തും വെസ്റ്റേൺ സിസ്റ്റമാണ്. ഒരു സ്ഥലത്തെങ്കിലും ഇന്ത്യയെ പറ്റിയുള്ള ഒരു പരാമർശം പറഞ്ഞു അത് പുച്ഛമായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. ഇത് ഞാൻ തിരിച്ചറിയണത് ശരിക്കും എനിക്ക് ആദ്യത്തെ അസൈൻമെൻറ്റ് വരുന്നത് ഇൻ്റർകൾച്ചറൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സിംഗപ്പൂരാണ്. അതിൻ്റെ ഡയറക്ടർ ഇവിടെ വന്നു. ഞാൻ ശാകുന്തളം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി ഇവിടെ വന്നു. ഇതൊന്നും ഇവിടെ വാർത്തയില്ല. ശാകുന്തളം മാഷ് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ചിട്ടപ്പെടുത്തി. അതെ, കൂടിയാട്ടം പഠിച്ചിട്ട് ആദ്യം ചെയ്ത കാര്യം അതാണ്. ഗുരു അറിയാതെ ചെയ്തത്. അതെ അതെ. അദ്ദേഹം അവസാന ദിവസം അറിയിക്കണം. അത് ഞാൻ ചെയ്യില്ല, ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഡോക്ടർ പ്രേമരാജ ശർമ്മയെ പോലുള്ള ആളുകൾ അതിന് അവൈലബിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ടും പറ്റില്ല എന്നുള്ളത്. പിന്നെ ഞാനങ്ങ് ചെയ്തു. വേൾഡ് തിയേറ്റർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫണ്ട് കിട്ടി. അത് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തോളൂ, ദിസ് ലാസ്റ്റ് റിസോഴ്സ്. അതിന് 10-13 ലക്ഷം രൂപ അന്ന് കിട്ടി. അതുകൊണ്ടാണ് ഈ ശാകുന്തളം ചെയ്തത്. ശാകുന്തളം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശശി അതറിഞ്ഞ് അവിടുത്തെ ഡയറക്ടർ സിംഗപ്പൂരിലുണ്ടായിരുന്നു. ശശി അറിയാൻ കാരണം ചന്ദ്രലേഖ എന്ന് പറഞ്ഞൊരു പ്രശസ്ത നർത്തകിയുണ്ടായിരുന്നു, കൊറിയോഗ്രാഫർ. ചന്ദ്രലേഖ വിഖ്യാതമായിട്ടുള്ളത്. അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഭരതനാട്യത്തിൻ്റെ ഒരാളെ അയക്കണം ഇന്ത്യൻ തിയേറ്റർ പഠിപ്പിക്കുക. അപ്പോൾ അവർ ഭരതനാട്യം ഇസ് നോട്ട് ഇന്ത്യൻ തിയേറ്റർ. ഇന്ത്യൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ കൂടിയാട്ടമാണ്. അതിൽ പറ്റിയൊരാളുണ്ട്, വേണമാണത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അപ്പോൾ എൻ്റെ അഡ്രസ്സ് കൊടുത്തു, ഇവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏത് പെർഫോമൻസിന് വേണ്ടി. അങ്ങനെ കണ്ടിട്ട് കരഞ്ഞു ശകുന്തളയുടെ അവസാനമൊക്കെ ഉണ്ടപ്പോൾ. അപ്പോൾ എൻ്റെ ചോദിച്ചു, ഈ ഒരു എഫക്റ്റ് നമ്മുടെ കണ്ടംപററി തിയേറ്ററിൽ കൊണ്ടുവരാൻ എന്താ വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ അയാൾ തൃശ്ശൂർ താമസിച്ചിട്ട് എന്നും വരും. ഒരാഴ്ച ഇവിടെ ഡിസ്കഷനായിരുന്നു. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അമരനാശൻ്റെ കീഴിൽ ഞാൻ എന്നും വൈകുന്നേരം അഭ്യാസമുണ്ട് കണ്ണിൻ്റെ. മറ്റൊക്കെ ഡേ ടൈമിനൊക്കെ ഉണ്ടാവും. എന്നും അതെനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ മീ. നേത്രാഭിനയ പരിശീലനം. അത് ഞാനിങ്ങനെ നെയ്യ് തേച്ചിട്ട് വന്നിരിക്കും. ആശാൻ്റെ ദിനചര്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇവിടെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലും. ആ ചൊല്ലിക്കൊണ്ടൊരു വരവുണ്ട്, റാന്തൽ വിളക്ക് കുടിച്ചിട്ട്. അങ്ങനെ ഈറനോടുകൂടി വന്ന് എൻ്റെ ആപ്പോസിറ്റായിട്ട് നിന്നിരിക്കും. നിലത്തേരിക്കുള്ളൂ, ശുദ്ധമായിരിക്കും. എന്നിട്ട് അത് വായിക്കും. ഇടയ്ക്കിടയ്ക്കിങ്ങനെ നോക്കും. ഇതെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയും. അത് ഞാൻ വീണ്ടും വായിക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് മെത്തഡോളജി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ അർദ്ധവൃത്താകൃതിയിലൊരു ചലനം അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അതുകൊണ്ടുള്ള കുറേ ഉപയോഗങ്ങൾ പറഞ്ഞു. ഇടോ, ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് തമ്പുരാനാണ്. ചാക്യാരെ പഠിപ്പിക്കാനൊരു തമ്പുരാൻ, അതാരാണെന്ന് ഞാൻ ചോദിച്ചു.
കൊടുങ്ങല്ലൂർ തമ്പുരാനാണ്. എന്നിട്ട് അദ്ദേഹം ഔട്ട് ഓഫ് ദി വേ അതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് എണീറ്റ് അകത്ത് മുറിയിൽ പോയി. ഈ ശുദ്ധന്മാരായിരിക്കുമ്പോൾ അകത്ത് മുറിയിലൊന്നും പോകില്ല. ഒരു പഴയ ഇരുമ്പ് പെട്ടിയുണ്ടായിരുന്നു, അത് തുറന്നു ഒരു ഫോട്ടോ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് വന്നു നിലത്തേക്ക്. കൈ കൊണ്ട് തരാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദ്രവിച്ച ഒരു ഫോട്ടോ, ഒരു ബ്രൗണിഷ് കളർ സെപ്പിയാറ്റിൻ്റെ ഒരു ഫോട്ടോ പഴയ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളുള്ളൂ. ഗുരുനാഥനെ, ഒരു വലിയ ഗുരുനാഥനെ കണ്ടു. ഇതാണല്ലോ എൻ്റെ ഗുരുനാഥൻ. പിന്നെ പിറ്റേ ദിവസം വരെ എൻ്റെ ചോദ്യ വർഷമായിരുന്നു, എങ്ങനെയാണ് പഠിപ്പിച്ചത്. അതാണ്. എന്നാൽ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹമൊക്കെ മരിച്ചുപോയി, പക്ഷേ ആ പാലസൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എല്ലാം കാണിച്ചു തന്നു, ബന്ധുക്കളൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ എൻ്റെ അന്വേഷണം മുഴുവൻ ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അത് മരുമക്കൾ, കുഞ്ഞുകുട്ടി തമ്പുരാട്ടി, അങ്ങനെ ഒരുപാട് പേരുണ്ട് അവിടെ. അവരെയൊക്കെ പോയി ഞാൻ കാണും. അപ്പോൾ അവരൊക്കെയുള്ള ഇൻഫർമേഷൻസൊക്കെ എനിക്ക് തന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടു, കൃഷ്ണമേനോൻ. അദ്ദേഹം ബോംബെയിലായിരുന്നു. അങ്ങനെ ആ കൊടുങ്ങല്ലൂർ സമ്പ്രദായത്തിൻ്റെ എല്ലാ ഇതും കിട്ടാവുന്നിടത്തോളം ശേഖരിച്ചു. അപ്പോഴാണ് ബോധ്യമായത് ഇന്ത്യൻ അഭിനയ പരിശീലനം പറഞ്ഞാൽ നവരസത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടുന്ന് മൂലസ്ഥാനം എന്ന് പറയുന്നത് നവരസങ്ങളാണ്. അതുവരെ ഞാൻ ധരിച്ചിരുന്നത് നവരസം പ്രകടിപ്പിക്കാനുള്ളതാണെന്നാണ്. അല്ല, അഭ്യാസത്തിൻ്റെയാണ്. അത് വലിയ തിരിച്ചറിവായിരുന്നു. അവരെനിക്ക് ഭയങ്കര ഒരു ഇത് കിട്ടി. കാരണം വേറെ ഒന്നും അറിയണ്ട, ഇത് ഇത്രയും അറിഞ്ഞല്ലോ. ആ നവരസങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതിന് കുറേ ഉദാഹരണങ്ങളും ഉണ്ട് അവിടെ. നമ്മൾ ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള നവരസ പ്രകടനമല്ല, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകണം. പിന്നെ ഭരതൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗ എന്ന് പറയുന്നുണ്ട്. വ്യഭിചാരികൾ എന്ന് പറഞ്ഞാൽ 152ഓളം അനുഭവങ്ങൾ ജീവിതത്തിൽ നടക്കണം ആക്ട് ചെയ്യാനായിട്ട്. അതിൽ ദാരിദ്ര്യം വരും, വ്യാധി വരും, അവമാനം വരും, അധിക്ഷേപം വരും, ഒക്കെ എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എടുക്കണേ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ സെക്കൻഡ് ഫേസാണ്. ഇതിൽ ഗ്ലാനി എന്ന് പറഞ്ഞ വ്യഭിചാരി ഭാവമാണ്. ഈ ഗ്ലാനിയിൽ മദ്യസേവരുണ്ട്. മദ്യം എങ്ങനെ നിങ്ങളെ, പക്ഷെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അത് അനുഭവിക്കുകയാണ്. അല്ലാതെ അനുഭവിക്കണം, തൊടാൻ പറ്റില്ല. എന്തൊക്കെ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പട്ടിണിയുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ഈ ഒരു സൈഡ് ഭരതൻ്റെ ആർക്കും അറിയില്ല. ആളുകളൊക്കെ ബ്യൂട്ടിഫുൾ കരുണാസയും അത് ചെയ്യും, കരുണാസയുടെ കാരണങ്ങളൊക്കെ റിവൈവ് ചെയ്തു. പക്ഷെ ഇങ്ങനെയൊരു സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ സ്വയം ഇങ്ങനെ ചെയ്ത് നോക്കി ചിന്തിച്ച് പല നാട്യശാസ്ത്ര വിദഗ്ധന്മാർക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ സംസ്കൃതം കൊണ്ട് ഇതിരുന്നല്ല, അല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ വ്യഭിചാരി ഭാവങ്ങൾ ഞാൻ മനസ്സിലാക്കി. അതോടുകൂടി ഒരു പുതിയ ലോകം തുറന്നു. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആശാൻ്റെ നിര്യാണം കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂർ ആണ് വന്നത്, ഈ ഓഫർ വരുന്നത്. അപ്പോൾ ഞാൻ ഏറ്റു. അവിടെ ഇത് തുടങ്ങി പഠിപ്പിക്കാൻ. നവരസാധനയും കൂടിയാട്ടും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അത് ഭയങ്കര സക്സസ്സായി. പിന്നെ 17 വർഷം അവിടെ പഠിപ്പിച്ചു. 3-ാം വർഷമായപ്പോഴത്തേക്ക് ഇവർ വന്നു, അനുരാധ കപൂർ ഡയറക്ടറായപ്പോൾ. അവരും ഈ സിംഗപ്പൂരുമായിട്ട് എന്തൊരു ബന്ധമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇന്ത്യൻ തിയേറ്റർ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നാലാണെന്ന് പറഞ്ഞു. അപ്പോൾ അഭിലാഷ് പിള്ള അയച്ച് അഭിലാഷ് പിള്ള ഇവിടെ വന്നു, ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങനെ അതേ സ്കീം തന്നെ അവിടെയും പഠിപ്പിക്കാനുള്ള ഏർപ്പാട്. അവിടെ 15 വർഷം പഠിപ്പിച്ചു. 15 വർഷം എന്ന് പറഞ്ഞാൽ ഈ വെളുപ്പാൻ കാലത്താണ് 7:30 മണിക്ക്, 7:30 മുതൽ 9:30 വരെ. എന്നാലും 15 വർഷം അവിടെ ഉണ്ടായി. അത് കഴിച്ച് തന്നെ ഓരോ ഡയറക്ടർ മാറി വരുമ്പോൾ ഡ്യൂറേഷൻ കുറയ്ക്കും. 3 മാസമായിരുന്നു ആദ്യം വെച്ചിരുന്നത്, അത് 2 മാസമായി, പിന്നെ 1 മാസമായി. അത് ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, വയസ്സുമായി, ഞാൻ വിട്ടു. അപ്പോൾ ഞാൻ കപിലെ സജസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അവർ വേറെ കൂടിയാട്ടക്കാരനെ വിളിച്ചു. അങ്ങനെ ആവട്ടെ വിട്ടു. അങ്ങനെ പിന്നീട് അപ്പോഴത്തേക്ക് അതിൽ പഠിച്ച കുറേ പേരുണ്ട്. മറാഠി ആക്ടർ കല്യാണി മലായി, അവരെല്ലാം ഇവിടെ വന്നു. സാർ അങ്ങനെ വിട്ടവരുടെ സാറും ഞങ്ങൾക്ക് ഫർദറായിട്ട് ക്ലാസ്സുകൾ നടത്തുന്നു. കല്യാണിയാണ് ആദ്യം വരുന്ന സ്റ്റുഡൻറ്റ്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ശരി എങ്ങനെയാണെന്ന് പറഞ്ഞു. കല്യാണി ഇവിടെ 1 മാസം താമസിച്ച് പഠിച്ചു പോയി. പിന്നീട് അവരൊക്കെ പറഞ്ഞിട്ടായിരിക്കും പിന്നെ പല ഭാഗത്തു നിന്നും എൻക്വയറീസ് വരാമെന്ന് പറയും. അപ്പോൾ ഞാൻ ശരി തുടങ്ങാം, വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ഇവിടെ നവരസാനയുടെ വർഷം ഇപ്പോൾ 122 വർഷം ഇപ്പോൾ നടക്കുന്നത്.
എല്ലാ മാസവും ഉണ്ട്. അന്നുണ്ടായ ആ വെളിപാടാണോ പിന്നീട് നവരസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇങ്ങനത്തെ ഒരു ചിട്ടപ്പെടുത്തൽ? നവരസ സാധന എന്ന് പേരിട്ട് ഞാൻ തന്നെ, അത് കൊടുങ്ങല്ലൂർക്കാർ പേരിട്ടിരിക്കുന്നത് സ്വരവായു എന്നാണ്. പക്ഷെ അതെനിക്ക് ആ പേര് ഉപയോഗിക്കാൻ എനിക്കിഷ്ടമല്ല. കാരണം അത് കൊടുങ്ങല്ലൂരിൻ്റെ സ്വന്തമാണ്, ഒന്ന്. രണ്ട്, ഞാൻ തമ്പുരാൻ്റെ ശിഷ്യനല്ലല്ലോ. അപ്പോൾ ആ കൺസെപ്റ്റ് എടുത്തു, നവരസ സാധന എന്നാക്കി. പിന്നെ ആർക്കും വേറെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ സിറ്റിയെ പറ്റി. ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും തൊട്ടുപോയാൽ പ്രശ്നമാണ്. ഒന്നും അറിയാത്തവനും കയറി വിമർശിക്കും. ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, നിർവഹണം എവിടെ എന്നൊക്കെ ചോദിക്കും. നിർവഹണം ആയുസ് കാണാത്ത ആളായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ നവരസ സാധന എന്ന് പേരിട്ടു. കാരണം ഇത് ഒരു കാലത്ത് ഇത് വളരെ പ്രോമിനൻ്റ് ആവും. അതെ, അന്ന് പിന്നെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമായിട്ട് ഞാൻ അങ്ങനെ പേരിട്ടു. അതിങ്ങനെ വളർന്നു. ഇപ്പോൾ 22,800ഓളം സ്റ്റുഡൻസ് ഇവിടെ ഫസ്റ്റ് ഫേസ് പഠിച്ചിട്ടുണ്ട്. കുറേ പേര് സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ്, അങ്ങനെ 8 ഫേസസ് ഉണ്ട്. 4 ഫേസസ് വരെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കൊളോണിയലൈസേഷൻ്റെ അതിൽ നിന്നൊരു കോളനിവൽക്കരണത്തിൽ നിന്നൊരു മോചനമാണ് ഇന്ത്യൻ തിയേറ്ററിന്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. കാരണം നമുക്കുണ്ടായിരുന്നു സ്വതന്ത്രമായൊരു പിന്നെ നമ്മളെന്തിനാ ഇപ്പം സ്റ്റാനിസ്ലാവ്സ്കി എന്ന് പറഞ്ഞാൽ 20th സെഞ്ച്വറി പ്രൊഡക്ഷൻ. അങ്ങേരും ഈ ഭാഗവതർ കുഞ്ഞിൻ്റെ തമ്പുരാനും കൊടുങ്ങല്ലൂർ തമ്പുരാനും ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അത്രയേ ഉള്ളൂ. ആ സ്റ്റാനിസ്ലാവ്സ്കിക്ക് ഒരു പാരമ്പര്യം ഇല്ലായിരുന്നു. ഉണ്ട്, ചില പാരമ്പര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ അതൊന്നും അവർ വെളിയിൽ പറയില്ല. ഇന്ത്യൻ യോഗയൊക്കെ പഠിച്ച ഒരാളവിടെ ഉണ്ടായിരുന്നു മോസ്കോയിൽ, ഗുർജേഫ് എന്ന് പറയും. സ്റ്റാനിസ്ലാവ്സ്കിയുടെ ചെറുപ്പകാലത്താണ് അദ്ദേഹം മോസ്കോയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പാരീസിലേക്ക് മാറി. ഒരുപാട് തിയേറ്റർ അവസാനത്തെ സ്റ്റുഡൻ്റാണ് പീറ്റർ ബ്രൂക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങളുണ്ട്. പിന്നെ ചെഖോവ്, ഇവിടെ കലാമണ്ഡലം മാധവനായിട്ടുള്ള ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട് ചെക്കോവ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പരിപാടി പഠിക്കുന്ന ഒരു ചെക്കോവ് പ്രൊഫസർ ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് ചെക്കോവ്. ഞാൻ പറഞ്ഞല്ല സുഹൃത്ത്, ഞാൻ ചെക്കോവ് പഠിച്ചിട്ടില്ല. നോ, ദിസ് ഈസ് ചെക്കോവ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ചെക്കോവ് ഞങ്ങളുടെ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഐ നെവർ ന്യൂ ദിസ്. യെസ്. ഇവിടുന്ന് കലാമണ്ഡലം മാധവൻ എന്ന് പറഞ്ഞ കലാമണ്ഡലത്തിലെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, അദ്ദേഹം ഉദയശങ്കർ കൂടെ വെളിയിൽ പോയി, വലിയ പേരും പ്രശസ്തിയൊക്കെ ആയി. ഈ അദ്ദേഹം താമസിക്കുന്ന അതേ ബിൽഡിങ്ങിലാണ് ചെക്കോ അവിടെ നാട് കടന്ന് വരണത്, റഷ്യയിൽ നിന്ന് വിട്ടിട്ട് പേടിച്ചിട്ട് വന്ന് ആദ്യം അഭയം കൊടുക്കുന്നവരാണ് ഈ ആലിസ് ബോണർ, ജോർജറ്റ ബോണർ സിസ്റ്റേഴ്സ്. അവർ വലിയ നാടകക്കാരും തിയേറ്ററുകാരൊക്കെയാണ്. ചെക്കോവിൻ്റെ ആദ്യത്തെ അഭയം അവിടെയാണ്. 1 വർഷം വരെ ഉണ്ടായിരുന്നു അവിടെ, ഒരേ ബിൽഡിങ്ങിൽ. മാധവൻ, ഉദയശങ്കർ, ചെക്കോവ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകളുണ്ട്. പക്ഷേ നമ്മുടെ ഉദ്ദേശം വെച്ചാൽ ഈ ഇന്ത്യൻ സിസ്റ്റം പ്രോമിനൻ്റായിട്ട് കൊണ്ടുവരിക. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇതിനോടൊപ്പം തന്നെ ഇതും കൂടെ ചേർക്കുക, അങ്ങനെ ഒരു. പക്ഷേ ഇത് ആര് മനസ്സിലാക്കാൻ? ഞാൻ കുറേ പേർക്കൊക്കെ കത്തൊക്കെ എഴുതി നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ആരും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ട്. നമ്മൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇതിനകത്ത് തന്നെ ഈ മോഹിനിയാട്ടം, കഥകളി ഇതുപോലുള്ള നൃത്ത നാട്യ വിഭാഗങ്ങളുടെ ഒരു മൂലസ്ഥാനത്താണ് കൂടിയാട്ടം എന്ന് പറയാനുള്ളൊരു കാരണം. അല്ല, അങ്ങനെയല്ല. ഇത് നമ്മൾ ഒന്നിൻ്റെ പഴമയെ പറ്റി ഇപ്പം ആവശ്യമില്ലാതെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ തിയേറ്ററാണ്, ഇന്ത്യൻ തിയേറ്ററാണ്. തിയേറ്ററിൻ്റെ ഒരു അംശം. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, അതിനപ്പുറം വേറെയുണ്ട്. കാരണം വ്യഭിചാരി ഭാവങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഭരതം തന്നിട്ടുള്ളത് തന്നെ ആരും നോക്കാറില്ല. അത് റിയലിസ്റ്റിക് അഭിനയമാണ്. ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ റിയലിസം അതാണ്. തനി റിയലിസമാണ്. ഈ നാട്യശാസ്ത്രം മുദ്ര കാണിക്കലും പിടിക്കലും ഈ താളം ചവിട്ടലും അല്ല. ഇപ്പോൾ കാവരത്തിൻ്റെ ഒക്കെ തനതെന്ന് പറയുന്നത് അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ ചെയ്തു തന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ റിയലിസം അതിൻ്റെ പരമ കൂടിയിൽ ഇവിടെ ഉണ്ട്. പക്ഷേ അതുപോലെ ഈ പ്രാചീനമായ നമ്മുടെ ഭാസൻ്റെ ഒക്കെ നാടക സാഹിത്യങ്ങൾ കൂടിയാട്ടം പോലുള്ള പെർഫോമിംഗ് ആർട്സിൻ്റെ ആദ്യ രൂപമായിട്ടാണോ? അത് ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കാം വഴിയുണ്ട്. കാരണം അത് ഉത്തരേന്ത്യയിൽ കുറേ കൂടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയായിരിക്കും. ശൈലി ഭേദം എപ്പോഴും ഉണ്ടാവും. കേരളത്തിലെ ഭാഷ നാടകങ്ങളാണ് ഇവിടെ കൂടിയാട്ടത്തിന് ആരംഭമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കൂടിയാട്ടത്തിന് അവരെടുത്ത ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ വെച്ചിട്ടാണ്.
പക്ഷെ അതിനപ്പുറവും ഭരതൻ സാധ്യതകൾ തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പം ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം എന്ന് പറഞ്ഞാൽ ഭരതൻ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റേതുകൊണ്ട് ശൈലീകരിച്ചതുകൊണ്ട് രണ്ടിൻ്റെയും ഒരു വൻ ഖനിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഇവിടെ ഇപ്പം പഠിക്കുന്നവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അതുവരെ അഭിനയം എന്താണെന്ന് വെച്ചാൽ ഡാൻസേഴ്സ് പോലും ഇപ്പോൾ അഭിനയിക്കാൻ തുടങ്ങി. ഒരു നടനോ നടിയോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ്? അതെ, ഭയങ്കര സംഭവമാണ്. ഇവിടെ വെറും 15 ദിവസമാണ് അവർ കോഴ്സ് വയ്ക്കുന്നത്. ഈ 15 ദിവസം കൊണ്ട് തന്നെ അവർ മാറും, ഭയങ്കരമായിട്ട് മാറും. ഞാൻ 1-2 പേരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓർമ്മകളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നും ഓർമ്മയുടെ മേലിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവായിട്ട് ഇമോട്ട് ചെയ്യേണ്ടതെന്നും ശരിക്കും മനസ്സിലാവുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം ഈ നേത്രാഭിനയത്തിലൊക്കെ ശരിക്കും ഈ ഓർമ്മകൾ തന്നെയാണോ സഹായിക്കുന്നത്? അത് ഒരുപാടുണ്ട്. അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് വിശദീകരിക്കാൻ പറ്റില്ല. ഇത് പിന്നെ ഞാനൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ എൻ്റെ ദീർഘകാലത്തൊരു അഭ്യാസം ഉണ്ടല്ലോ. 8 വർഷം ഈ കഥകളി ശൈലിയിൽ, അത് കഴിഞ്ഞ് പിന്നെ ആശാൻ ജീവിച്ചിരിക്കുന്നവരെ ഇവിടെ ഞാൻ 76-ന് ഇവിടെ ആശാനായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ നിമിഷം വരെ ഈ അമ്മനൂർ ചായക്കാർ നടന്നു. അദ്ദേഹം മരിക്കുമ്പോൾ മരിച്ചതിന് ശേഷമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇതാണ്. പിന്നെ അതിനിടയ്ക്ക് പുതിയ എക്സ്പെരിമെൻറ്റുകൾ, പിന്നെ വേൾഡ് തിയേറ്റർ എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇതാണ് അവസാനം ഉണ്ടാവുന്നത്. പക്ഷേ ഇത്രയും വർഷത്തെ ഒരു കലായാത്രക്കിടയിൽ ഒരു സ്കോളറാണ്, ഒരു റിസർച്ചറാണ്, താൻ നിലനിന്ന അല്ലെങ്കിൽ താൻ പ്രയോഗിച്ച ഒരു കലയെ തന്നെക്കാൾ ഉയരത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇതിന് മുന്നേ കണ്ടൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയാണെന്ന് തോന്നുന്നു മാഷിൻ്റെ പുസ്തകങ്ങളെ പറ്റി കേട്ടറിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ മുദ്ര എന്ന് പറയുന്ന പുസ്തകവും അതിനകത്തൊരു 1300-ലധികം മുദ്രകൾ, ഹസ്തമുദ്രകളെ പറ്റിയൊക്കെയുള്ള വിശദമായ ഒരു റിസർച്ച് ഗ്രന്ഥം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റിയുള്ള അനുഭവം? എന്തുകൊണ്ടാണ് അത് ചെയ്യണം തോന്നിയത്? അത് ഞാൻ കഥകളി പഠിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ മുദ്രകളൊക്കെ എവിടെയെങ്കിലും ചലനമാണല്ലോ മുദ്രയുടെ പ്രധാനം, ചലനത്തോടു കൂടി ഡോക്യുമെൻ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പണ്ടേ ഇതിൽ വിശ്വാസമില്ല. അന്ന് വീഡിയോ അങ്ങനെ വന്നിട്ടില്ല, വന്നെങ്കിലും എനിക്കതിൽ വിശ്വാസമില്ല. അതൊരു ആർട്ടിസ്റ്റിനെ ക്യാപ്ചർ ചെയ്യണമെന്ന്. ഒരു ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ആർട്ടിസ്റ്റിനും പരിമിതിയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാരാശനാണ്. അദ്ദേഹത്തിനുണ്ട് പരിമിതി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ സൈസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ടെക്നിക്കിനോട് നീതി പുലർത്താൻ ഒരു ശരീരത്തിനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു മാധ്യമമാണ് ഞാൻ അന്ന് തന്നെ അന്വേഷിച്ചത് 19-ാമത്തെ വയസ്സിൽ. അപ്പോൾ എൻ്റെ മനസ്സിനൊരു ദിവസം തോന്നി നൊട്ടേഷൻ. ആദ്യം അത്ര വിശ്വാസം വരില്ല, പക്ഷെ ക്രമേണ അത് മനസ്സിലാക്കണവർക്ക് അതിൻ്റെ സ്പിരിറ്റ് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നൊട്ടേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അന്ന് ഈ നൊട്ടേഷൻ എന്നുള്ള ഒരു സംഗതി തന്നെ എനിക്കറിയില്ല. ഞാനത് നൊട്ടേഷന് പേരിട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഇതിനൊരു 100-500 മുദ്രകൾ രേഖപ്പെടുത്തി കഴിയുമ്പോൾ എനിക്ക് വിചാരിച്ചു ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ചിത്രകാരനെ കാണിക്കുന്നത്. എൻ്റെ ഫാദർ ചിത്രകാരനാണ്, പക്ഷെ അതുപോലെ അച്ഛനും മകനും നോക്കുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രകാരൻ KCS പണിക്കരാണ്, മലയാളികളിൽ. എന്നാൽ അദ്ദേഹത്തിന് പോയി കാണുക. അങ്ങനെ ഒരു സാഹസികത എനിക്ക് അന്നുണ്ട്. ഞാനിവിടെ നേരെ ചെന്നൈയിലേക്ക് പോകും. അതവിടെ ഉണ്ടോയെന്ന് തന്നെ ഞാൻ അന്വേഷിച്ചില്ല മദ്രാസിൽ. അല്ലാതെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ. അന്ന് അദ്ദേഹം കോളേജ് ഓഫ് ഫൈനാൻസിൻ്റെ ലാസ്റ്റ് ഇയറാണ്. ചോഴമണ്ഡലം തുടങ്ങി അങ്ങോട്ട് ഷിഫ്റ്റിംഗ് ആയിട്ടില്ല. അങ്ങനെ വൈകുന്നേരം ചെന്ന് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാർ എതിരെ വരികയാണ്. ഈ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ കൈ കാണിച്ച് നിർത്തി. അറിയൂ അത് തടി ഭയങ്കര ഒരു പേഴ്സണാലിറ്റിയാണ്. ഞാനൊരു കഥകളി സ്റ്റുഡൻ്റാണ്, അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് ഞാൻ എടുത്തത് കാണിച്ചു കൊടുത്തു. ഞാനൊക്കെ കാറിലിരിക്കണം. നാളെ രാവിലെ 6:30 മണിക്ക് ഇവിടെ എത്തണം. ഞാൻ ഈ കൂർക്കയെടുത്തോളൂ, എൻ്റെ സ്റ്റുഡിയോ ആണ് മോഡൽ. ആരെയും ഞാൻ കയറ്റാറില്ല, പക്ഷേ നിങ്ങൾക്ക് വന്നോളൂ. വ്യത്യാസം 6:30 മണിക്ക് അവിടെ എത്തി. വഴി കാണിച്ചു സ്റ്റുഡിയോയിൽ. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് 2-2.5 മണിക്കൂറാണ് എനിക്ക് ക്ലാസ് ഉള്ളത്. എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയതല്ലേ ഇതുപോലെ തന്നെ പോട്ടെ, ആരുടെയും കറക്ഷൻസ് വേണ്ട അതിന്. അങ്ങനെ ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇതിനൊരു പാംഫ്ലെറ്റ് പ്രസിദ്ധീകരിക്കണം. ഈ നൊട്ടേഷൻ കണ്ടുപിടിച്ചെന്നൊക്കെ അതിന് അവതാരിക വേണം. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ആൾ എൻ്റെ ദൃഷ്ടിയിൽ NV കൃഷ്ണവാര്യർ, ഗ്ലാമറസ് സ്കോളറുമാണ്, മാതൃഭൂമിയുടെ പത്രാധിപരാണ്. അപ്പോൾ പത്രാധിപ സ്ഥാനം ഒഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇതിലേക്ക് വരെയാണ് ഈ ഡയറക്ടർ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. വന്ന് 3-ാം ദിവസം ഞാൻ പോയി കണ്ടു, എല്ലാം കാണിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു അവതാരിക എഴുതി തരണം. നോക്കി
പക്ഷെ അങ്ങനെ ഇവരൊക്കെ വലിയ വിഷണറീസാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇംഗ്ലീഷല്ലേ വേണ്ട, അതെ, എന്നാൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഇതിനകത്തൊക്കെ ഒന്ന് എഴുതി കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ അവതാരം എഴുതാൻ. ഞാൻ അന്നത്തെ ഏറ്റവും വലിയ ഈ തിരുവനന്തപുരത്തുള്ള നോൺ ഡീറ്റെയിൽഡ് ടെക്സ്റ്റൊക്കെ എഴുതുന്ന ഒരാളുണ്ട്, GP ശേഖർ എന്ന് പറയും. അദ്ദേഹത്തിന് പോയി കണ്ടു. അദ്ദേഹം എനിക്ക് അറിയാമായിരുന്നു, ഗുരുഗോപിനാഥ് വഴിയുള്ള പരിചയമാണ്. അദ്ദേഹം ഇതെല്ലാം എൻ്റെ മലയാളമൊക്കെ വെച്ചിട്ടൊരു ഇംഗ്ലീഷ് സാധനം തയ്യാറാക്കി. 3-4 പേജുണ്ട്. ആ മഹാന്മാർ ഇത്രയും ബുദ്ധിമുട്ടി തയ്യാറാക്കി തന്നുള്ളതാണ്. അത് കൊണ്ടുവന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്ത് തരുകയാണ്. ഡ്രാഫ്റ്റിൽ പോലും ആവശ്യമില്ല, അങ്ങനെ ടൈപ്പ് ചെയ്ത് കയ്യിൽ വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട്. എന്താ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് പ്രസിദ്ധീകരിച്ചു. പിന്നെ എൻ്റെ സ്വപ്നം മുഴുവൻ അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ മുദ്രകൾ തനതായ അതിങ്ങനെ ശേഖരിച്ചുകൊണ്ടേയിരുന്നു. ചെങ്ങന്നൂരാമ്പിളാശാൻ, കൃഷ്ണനാരാശാൻ, ഒരുപാട് ആശാന്മാരുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന് അത് പ്രസിദ്ധീകരിക്കണമുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കുമോ? ഒരു വസ്തു നടക്കില്ല. ഈ ഫ്രഞ്ചുകാർ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതിൻ്റെ കോപ്പിറൈറ്റ് തരാത്തവരാണ് കേരള സംഗീത അക്കാദമി. ഞാൻ ഒരു എഡിഷൻ അവിടെ പ്രസിദ്ധീകരിച്ചു. അത് ശങ്കർപിള്ള സാർ ചെയർമാനായിരിക്കും. അത് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്രഞ്ച് ട്രാൻസ്ലേറ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടോ ഫ്രഞ്ച് ഭാഷയിൽ. ശരി, ഇത് തോന്നുന്നു. അവർ 3500 രൂപ അഡ്വാൻസ് ട്രാൻസ്ലേഷൻ തുടങ്ങി. അപ്പോൾ ഇതിനൊരു ഇത് വേണം, NOC വേണം ഇവിടുന്ന്. ഇവർ മലയാളത്തിൻ്റെ അടിച്ചത്, അത് ഫ്രഞ്ചിലാണ്. ഈ അക്കാഡമിക്ക് എന്താ കുഴപ്പം? ഞാൻ ഫുൾ കോൺഫിഡൻസിലാണ് ഞാൻ പെർമിഷൻ വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്ക് ആകെ 3500 രൂപയാണ് എനിക്ക് അവർ തന്നത്, ഈ അക്കാഡമി റോയൽറ്റി ആയിട്ട്. ഇതെല്ലാ റൈറ്റും അവരാണ് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. തരാൻ പറ്റില്ല എന്നുള്ളത്. ജീവിതത്തിൽ ഇത്രയും പൊട്ടിക്കരഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. കരഞ്ഞു കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ആ സ്വപ്നം പോയി. പിന്നെ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കൂടിയാട്ടത്തിൽ വന്നു. കൂടിയാട്ടത്തിൻ്റെ മുദ്രകൾ നോട്ടേറ്റ് ചെയ്തു. 25 വർഷം ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ പുറകെ ആയിരുന്നു. രാത്രി 2-3 മണി വരെ ഇരിക്കും. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. രാവിലെ വീണ്ടും വർക്ക് ചെയ്യും. ഇങ്ങനെയായിരുന്നു. അങ്ങനെ അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പബ്ലിഷ് ചെയ്യണ്ടേ. ഈ നൂലാമാലകളിൽ കൂടെ ഒക്കെ പെട്ടൊരു 10 പൈസ കിട്ടണമെങ്കിൽ എന്താ പാട്. ഇപ്പം തന്നെ എൻ്റെ ഒരു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനുഭവം ഉണ്ട്. അപ്പോൾ ഇത് എന്നിട്ട് അങ്ങനെ ഇരുന്നിരുന്ന് ഒക്കെ മാനുസ്ക്രിപ്റ്റ് തയ്യാറായിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഇത് കണ്ടു. അത് എൻ്റെ 75th ബർത്ത്ഡേക്ക് ഞാനൊരു സൂം മീറ്റിംഗ് വെച്ചു. അപ്പോൾ കുറേ സ്റ്റുഡൻസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഐ വാണ്ട് ടു പബ്ലിഷ് ദിസ്, വെർ ഈസ് എ സപ്പോർട്ട്. അന്നപ്പോൾ ഇത് അച്ചടിക്കണമെങ്കിൽ എങ്ങനെ നല്ലൊരു 8-10 ലക്ഷം രൂപയാവും. അപ്പോൾ ഒരാൾ വന്നു മുന്നിട്ട് വന്നു, എത്ര വേണം ചിലവാക്കാം, ഞാൻ ചിലവാക്കാം, നിങ്ങൾ പബ്ലിഷ് ചെയ്തു. അങ്ങനെയുള്ള സപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഈ നവരസാധന എന്ന് പറഞ്ഞ് ഇത്രയും ഉണ്ടാക്കി, ഇത്രയും പേരെ പഠിപ്പിച്ചു. എനിക്കിനി കുറച്ച് റിസർച്ചുകൂടെ ചെയ്യണതിൽ. കുറച്ച് ശ്വാസത്തിൻ്റെ ഇന്ത്യൻ സിസ്റ്റങ്ങളുണ്ട്, അതും കൂടെ പഠിച്ച് അതും കൂടെ ഇതിനകത്ത് കയറ്റണം. ഇത്രയും ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. 12,000 പേരെ പഠിപ്പിച്ചു. ഹൈലി എസ്റ്റാബ്ലിഷ്, എവരിവെയർ അപ്രീഷിയേറ്റിംഗ്. ഇതെല്ലാം ആയിട്ടും ഞാൻ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും കത്ത് എഴുതി. അതിൻ്റെ ഈ പ്രസ് കട്ടിങ്സൊക്കെ വെച്ചിട്ടാണ് എഴുതിയത്. ഒരു കത്ത് കിട്ടി മെനഞ്ഞാണ്. അത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെയാണ്. നിങ്ങളുടെ അത് സാധാരണ അയക്കുമല്ലോ, ഇതനുസരിച്ച് ഞാനത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഗതി എന്താണെന്ന് നമുക്കറിയാം. കൾച്ചറൽ സെക്രട്ടറി അത് ചവിട്ടുവിട്ടിടും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സ്വാഭാവികമായിട്ടുള്ള ഒരു അംഗീകാരം ആർക്കും കൊടുക്കില്ല. എല്ലാത്തിനും വേണം രാഷ്ട്രീയവും അതും ഇതെല്ലാം. ഈ ഘട്ടത്തിൽ നമുക്ക് നിന്ന് പറ്റാൻ പറ്റുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള കുറേ കലാസ്നേഹികൾ ഇപ്പോഴുള്ളതുകൊണ്ട്. വ്യക്തികളിലൂടെ വേണമെങ്കിൽ ഇനിയിപ്പോൾ എഴുതാം. ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞല്ലോ, ഒരു അനുഭവമായി. എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി വയ്ക്കുകയും ചെയ്തു ആമുഖത്തിൽ. എല്ലാ ആൾക്കാരും വെച്ചിട്ടുണ്ട്, ഇന്ന കത്ത് എഴുതി അതിന് ഇന്നാണ് വന്നത് മറുപടി. ഒരു വ്യക്തി, ഒരു ആരെങ്കിലും ഒരാൾ, ഒരു ലോകത്തോടെങ്കിലും ഇത്ര നല്ല ആളുകളുണ്ടല്ലോ, ശരി നിങ്ങളുടെ ഇതിലേക്കുള്ള ചിലവ് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരും. അപ്പോഴും നടക്കും. നടക്കാതിരിക്കില്ലല്ലോ. അതാണ്
ഇത്രയൊക്കെ സംഘടിപ്പിച്ച് തന്നെ നമ്മളെ കുടുംബത്തിൻ്റെയും പിന്നെ കപിലയുടെ ഭയങ്കരമായ സപ്പോർട്ടുണ്ട്. മകളുടെ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്.